വയനാട് ദുരന്തത്തിൽ വേദനിക്കുമ്പോൾ ചർച്ചയായി മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. കേരളത്തിലെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് 13 വർഷങ്ങൾക്ക് മുൻപ് നൽകിയതാണ്. എന്നാൽ അത് ശ്രദ്ധിക്കപ്പെടുന്നത് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം. പിന്നീടത് വേണ്ട പരിഗണന നൽകാതെ ഒഴിവാക്കുന്നു. 2011 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തം നടന്ന മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുണ്ടക്കൈ, ചൂരൽമല, നൂൽപ്പുഴ, അട്ടമല, മേപ്പാടി എന്നീ പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. ഇത് ഉന്നയിച്ച ഗാഡ്ഗിൽ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ തള്ളുകയും മറ്റൊന്ന് തയ്യാറാക്കാൻ കസ്തൂരി രംഗനെ നിയോഗിക്കുകയും ചെയ്തു. 2018 സെപ്റ്റംബറിൽ പൂനെയിലെ അന്താരാഷ്ട്ര സെന്ററിൽ നടന്ന ചർച്ചയിൽ ഭൂമി കയ്യേറ്റവും വനനശീകരണവും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും കേരളത്തിലെ പ്രളയ ദുരന്തത്തിന് കാരണമായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രകൃതിക്ക് മേലുള്ള കടന്നുകയറ്റത്തിന് തിരിച്ചും പ്രതികാരം ചെയ്യുന്ന തരത്തിലാണ് പ്രകൃതി പെരുമാറുന്നത്. സംശയമില്ല, പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. പ്രകൃതി സംരക്ഷണത്തിനായി നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും അതൊക്കെ വാക്കുകളിൽ മാത്രം അവശേഷിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഇപ്പോഴും വരാനിരിക്കുന്ന തലമുറകൾക്കും ആവശ്യമായിട്ടുള്ള ഒന്നു തന്നെയാണെന്ന ബോധ്യമുണ്ടാകണം. ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം.